നമസ്കാരം. ഒരു വാർത്ത കേട്ട് അക്ഷരാർത്ഥത്തിൽ തലമരച്ചിരിക്കുകയാണ്. തലമരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ പറയുന്നതിൽ അക്ഷരാർത്ഥത്തിൽ മരവിച്ചു പോയി. ഇത്രയേറെ വേദനാജനകമായൊരു വാർത്ത ഈ അടുത്ത കാലത്ത് എന്നെ തേടിയെത്തിയിട്ടില്ല. വയനാട് ബത്തേരിക്കാരിയായ രേഷ്മ എന്ന പെൺകുട്ടി അവളുടെ ഏക മകനെ ഒറ്റയ്ക്കാക്കി ജീവിതം വേണ്ടെന്ന് വെച്ചു പോയി എന്ന വാർത്തയാണിത്. ആ വാർത്ത കേട്ട് ഞെട്ടാൻ കാരണം ആ പെൺകുട്ടി സഹായം തേടി അഭയം തേടി മുട്ടിയ വാതിലുകളൊന്നും തുറന്നിരുന്നില്ല. അങ്ങനെ തുറക്കപ്പെടാതെ പോയ വാതിലുകളിൽ ഒന്ന് മറുനാടൻ്റേതായിരുന്നു എന്നതാണ്. തിരക്കേറിയ ഷെഡ്യൂളുകൾക്കിടയിൽ പലപ്പോഴും നമുക്ക് വേദനിക്കുന്ന മനുഷ്യരെ മുഴുവൻ ആശ്വസിപ്പിക്കാൻ കഴിയാതെ പോകും. രേഷ്മയുടെ നമ്പർ തപ്പിയെടുത്ത് പഴയ സന്ദേശം നോക്കുമ്പോൾ ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം 4-ാം തീയതി രേഷ്മ എനിക്ക് അയച്ചിരിക്കുന്ന ഒരു സന്ദേശം ഞാനിപ്പോൾ കേട്ടു. എന്ന് വെച്ചാൽ അവളുടെ ആത്മാവ് എവിടെയോ പോയി ഒളിച്ചതിന് ശേഷമാണ് ഞാൻ ആ ചെറിയ സന്ദേശം കേട്ടത്. സാറിന്റെ മെയിൽ ഐ ഡി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മെയിലിലേക്ക് ഫോർവേഡ് ചെയ്യാം. അല്ലാതെ എനിക്ക് ഇങ്ങനെ അയക്കാൻ പറ്റുന്നുള്ളൂ. എന്റെ നിർദ്ദേശപ്രകാരം ഞാൻ കൈമാറിയ വിലാസം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിലെ ഇന്ത്യൻ എംബസിക്കും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും രേഷ്മ അയച്ച സന്ദേശം അതെനിക്കൊരു കോപ്പി ഇട്ടിട്ട് ഞാൻ സാറ് പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് എന്നറിയിച്ചതായിരുന്നു ഈ സന്ദേശത്തിൽ. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസം 8-ാം തീയതി മുതൽ ഏതാണ്ട് ഒരു മാസത്തോളം തുടർച്ചയായി രേഷ്മ എനിക്ക് പല സന്ദേശങ്ങൾ അയച്ചിരുന്നു. അവയിൽ പലതിനും രേഷ്മയ്ക്ക് ഞാൻ മറുപടി കൊടുത്തു. രേഷ്മ ആവശ്യപ്പെട്ടതനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സാധിച്ചു. പല മെസ്സേജുകളും രേഷ്മ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ സെപ്റ്റംബർ 8 മുതൽ ഒക്ടോബർ 3 വരെയുള്ള ചെറിയ മെസ്സേജുകൾ ഇവയൊക്കെയാണ്. സാർ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ഈ സമയത്ത് കൂടെ നിന്നതിന്, ഈ ഒരു ന്യൂസ് പുറത്തു വന്നതിന്. സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒരുപാട് നന്ദിയുണ്ട് സാർ. ഞാൻ ഇസ്രായേൽ എംബസിക്ക് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. അവരോട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ മെയിൽ അയക്കാനാ പറഞ്ഞത്. അവർ തന്ന മെയിൽ ഐ ഡിയിലേക്ക് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. പക്ഷെ അതിന് റിപ്ലൈ വന്നിട്ടില്ല. ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. താങ്ക് യു സർ. സാർ ഞാൻ രവികിരൺ എന്ന് പറഞ്ഞ സാറിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും വിവരം എന്തെങ്കിലും തരാന്നാ പറഞ്ഞ്. സർ ഗുഡ് മോർണിംഗ്. എന്തെങ്കിലും വിവരം അറിഞ്ഞോ? ജിനുവിന് അവിടെ എന്താ പറ്റിയെന്നെങ്കിലും? പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യൂല. അങ്ങനെ ഒരു കാര്യം അവിടെ നടക്കുകയില്ല. അത് ഉറപ്പാണ്. അവരെന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. രേഷ്മയുടെ ഭർത്താവ് ജിനേഷ് കെയർ ഗിവറായി ഇസ്രായേലിൽ പോയതാണ്. നമുക്കറിയാം, ധാരാളം മലയാളികൾ ഇസ്രായേലിൽ കെയർ ഗിവർ ജോലി ചെയ്യുന്നുണ്ട്. ഇസ്രായേലിൽ പോകുന്ന മലയാളി നഴ്സുമാർ നന്നായി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവരൊക്കെ തന്നെ വീടുകളിൽ ആളുകളെ നോക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത്. അവർക്ക് അവധി കുറവാണ്. വല്ലപ്പോഴും മാത്രമാണ് അവധി കിട്ടുന്നത്. അവധി എടുക്കുമ്പോഴും മറ്റാരെയെങ്കിലും ചുമതലപ്പെടുത്തണം. മാന്യമായ ശമ്പളമുണ്ട്, മാന്യമായ ജീവിത രീതിയുണ്ട്. പക്ഷേ അവർ ഒറ്റപ്പെട്ട ജീവിതമാണ് അവരിൽ പലരും നയിക്കുന്നത്. അവർക്ക് ഒരുമിച്ച് കൂടാനും ആഘോഷിക്കാനും ഒന്നും അധികം അവസരമില്ല. നേഴ്സുമാരാണെങ്കിലും വീട്ടിൽ വൃദ്ധരെ ശുശ്രൂഷിക്കുന്നതാണ് ഇവരുടെ ജീവിതം. ഇവരെ സംരക്ഷിക്കാനോ സഹായിക്കാനോ ആരും ഒരിടത്തുമില്ല എന്നതാണ്. ഒരുപക്ഷേ ലോകമെമ്പാടും ജോലി ചെയ്യുന്ന മലയാളി നേഴ്സുമാരിൽ ഏറ്റവും അധികം സിമ്പതിയും പിന്തുണയും വേണ്ട വിഭാഗം ഇസ്രായേലിലെ നേഴ്സുമാരാണ്. ഇസ്രായേലിലേക്ക് ജോലിക്ക് പോകുന്നത് പോലും എന്തോ വലിയ പാതകമാണ് എന്ന് കരുതുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് അവരങ്ങോട്ട് പോകുന്നതെന്ന് ഓർക്കണം. അങ്ങനെ എത്തപ്പെട്ട ജിനേഷ് ഒരു സുപ്രഭാതത്തിൽ കൊല്ലപ്പെടുകയാണ്. ഇസ്രായേൽ മാധ്യമങ്ങളും പോലീസും പറയുന്നത് ജിനേഷ് നോക്കിയിരുന്ന വൃദ്ധയെ കൊന്നതിന് ശേഷം ജീവനൊടുക്കിയെന്നാണ്. എന്നാൽ ഇത് യാഥാർത്ഥ്യമല്ലെന്നും ജിനേഷ് അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്നും ആ കുടുംബത്തെക്കുറിച്ച് ജിനേഷിനെ തലേ ദിവസം രാത്രി വരെ നല്ല അഭിപ്രായമായിരുന്നെന്നും ഇത് ജിനേഷിനെയും വൃദ്ധയെയും മറ്റൊരാൾ കൊലപ്പെടുത്തിയതാണെന്നുമാണ് ജിനേഷിനെ അറിയാവുന്നവർ മുഴുവൻ വിശ്വസിക്കുന്നത്. ഇത് തന്നെയാണ് രേഷ്മയും പറഞ്ഞുകൊണ്ടിരുന്നത്. തൻ്റെ ഭർത്താവ് ഒരു കൊലയാളിയായി മുദ്രകുത്തപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു എന്നത് രേഷ്മയുടെ സ്വാസ്ഥ്യം കെടുത്തി. അന്ന് മുതൽ ഇന്ന് വരെ രേഷ്മ ഉറങ്ങിയിട്ടില്ല. രേഷ്മ സന്തോഷത്തോടു കൂടി പെരുമാറിയിട്ടില്ല. തൻ്റെ ഭർത്താവിനെ എന്തു പറ്റിയെന്നറിയാൻ അവർ മുട്ടാത്ത വാതിലുകളില്ല. ഷൈനി ബാബു എന്ന പേരുള്ള മറ്റൊരു കെയർ ഗിവർ. അവർ ഇസ്രായേലിൽ കഴിഞ്ഞ് കുറേ കാലമായി ജോലി ചെയ്യുന്നു. ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും വളരെ എമ്പതിയോടുകൂടി പെരുമാറുകയും ചെയ്യുന്ന ആളാണ്. ഷൈനിയാണ് രേഷ്മയ്ക്ക് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയതും പലയിടങ്ങളിലേക്കും കത്തയച്ചതും പലരെയും വിളിച്ച് ചോദിച്ചതും. എന്നാൽ ഒരു വാതിലും തുറക്കപ്പെട്ടില്ല. ഇന്ത്യയിലെ ഇസ്രായേൽ എംബസിയിലും ഇസ്രായേലിലെ ഇന്ത്യൻ എംബസിയിലുമൊക്കെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അവരോടൊക്കെ എന്തെങ്കിലും ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു.
അവരൊക്കെ നോക്കാം ചെയ്യാം എന്ന് പറഞ്ഞതല്ലാതെ യഥാർത്ഥത്തിൽ ജിനേഷിന് എന്തു പറ്റി എന്ന് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നീതിമാനായ തൻ്റെ ഭർത്താവ് ഒരു കൊലയാളിയെ ചിത്രീകരിക്കപ്പെട്ടതിൻ്റെ വേദന ഒരു കാലത്തും രേഷ്മയെ വിട്ടുമാറിയിരുന്നില്ല. രേഷ്മയ്ക്ക് ഒന്ന് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു, എൻ്റെ ഭർത്താവിന് എന്തു പറ്റി. ഒരിക്കലും ജിനേഷ് അത് ചെയ്യില്ല. എന്തു പറ്റി എന്ന് ആരെങ്കിലും എന്നോട് പറയൂ എന്ന് രേഷ്മ പറഞ്ഞുകൊണ്ടിരുന്നു. രേഷ്മ ഷൈനി ബാബുവിനോട് പലതവണ പറഞ്ഞു, എൻ്റെ ഭർത്താവിന് എന്തു പറ്റിയെന്നറിയാൻ കഴിയില്ലെങ്കിൽ എന്നെയും നിങ്ങൾ അധികകാലം കാണാൻ പോകുന്നില്ലെന്ന്. ഒരിടത്തു നിന്നും നീതി കിട്ടില്ല, ആരും ഒരിക്കലും സഹായിക്കില്ല എന്ന് ബോധ്യമായപ്പോൾ രേഷ്മ വഴി തിരഞ്ഞെടുത്ത് മടങ്ങുകയായിരുന്നു. സ്വാഭാവികമായും രേഷ്മയ്ക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താൻ കഴിയാത്തതിൽ, രേഷ്മയെ സഹായിക്കാൻ കഴിയാത്തതിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ വലിയ വേദനയുണ്ട്. പലപ്പോഴും ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെ നമുക്ക് സഹായിക്കാൻ കഴിയാതെ വരുന്നതിൻ്റെ വേദന രൂക്ഷമാകുന്നത് അവർ നമ്മൾ വിട്ടുപോകുമ്പോഴാണ്. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്തിനാണ് രേഷ്മ ഈ കടുങ്കൈ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ രേഷ്മയെ സഹായിക്കാൻ കഴിയാത്തതിൽ ഖേദമുണ്ട്. രേഷ്മയ്ക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് രേഷ്മയോട് ഞാൻ സംസാരിച്ചപ്പോൾ രേഷ്മ അടക്കി പിടിച്ച് പറഞ്ഞ വേദനിക്കുന്ന ആ വാക്കുകൾ കൂടി കേൾക്കുക. ഈ ജിനേഷ് പോയിട്ട് അധികകാലം ആയില്ലേ? 1.5 മാസം. 1.5 മാസമായുള്ളൂ. അപ്പം ഈ എന്താണ് അദ്ദേഹം ഇവിടെ എന്താ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു? അതെ. അത് കഴിഞ്ഞിട്ട് ഈ പെട്ടെന്ന് ഇങ്ങനെ പോകാൻ കാരണം എന്താണ്? പിന്നെ ശമ്പളം നല്ലത് കിട്ടുന്നതുകൊണ്ടാണോ? അല്ല, അവിടെ നല്ല സാലറി ഉണ്ടല്ലോ. ഓ, അതുകൊണ്ട് പോയതാണ്. ഫിനാൻഷ്യലി സെറ്റിൽഡ് ആകാൻ പറ്റും. ഓക്കെ. അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് ഈ ആ ഫാമിലിയിൽ ഉള്ള വർക്ക് കംഫർട്ടബിൾ ആയിരുന്നോ? രേഷ്മയെ വിളിക്കുമ്പോൾ ഒരു പരാതി ഉണ്ടായിരുന്നില്ല? ഒരു പരാതി ഉണ്ടായിരുന്നില്ല. ആൾ ഹാപ്പി ആയിരുന്നു. ആയിരുന്നു. ശരി. വീട്ടുകാരുമായിട്ടൊക്കെ ഹാപ്പി ആയിരുന്നു. ഹാപ്പി ആയിരുന്നു. ഓക്കെ. എന്നിട്ട് അന്ന് ഈ സംഭവം ഉണ്ടായിട്ട് ഈ രേഷ്മ എന്നും വിളിക്കാറുള്ളതല്ലേ? എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. അന്ന് എന്താ സംഭവിച്ചത്? അന്ന് രേഷ്മ വിളിച്ചിരുന്നോ? ഈ വിളിച്ചിരുന്നു. രാവിലെ വിളിച്ചു, മെസ്സേജ് അയച്ചിരുന്നു. മെസ്സേജ് അയച്ചപ്പോ എന്റെ അടുത്ത് നടക്കാൻ പോകുമ്പോ വിളിക്കാന്ന് പറഞ്ഞു. ഒരു പരാതി അന്ന് രാവിലെ ഒരു പരാതി ഒന്നിനെ കുറിച്ചും ഇല്ല? ഒന്നിനെ കുറിച്ച് പറഞ്ഞില്ല. ഒന്നുമില്ല. ഓക്കെ. എന്നിട്ടോ പിന്നെ വിളിച്ചില്ല? പിന്നെ വിളിച്ചില്ല. രേഷ്മ വിളിച്ചോ? 11 മണി വരെ ഞാൻ വിളിച്ചോണ്ടേയിരുന്നു. കിട്ടിയില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് അറിഞ്ഞത്. എന്നിട്ട് ഇവരൊക്കെ പറയുന്നത്, ഇവരിങ്ങനെ ആദ്യം പുറത്തേക്ക് വന്ന വാർത്ത മർഡർ നടത്തി ആത്മഹത്യ ചെയ്യുന്നതാണല്ലോ. അത് അതെങ്ങനെയാണ്, ആര് പറഞ്ഞാണ് അങ്ങനെ ഇവരും അറിയുന്നത്? അതെനിക്കറിയില്ല. അത് ന്യൂസിൽ വന്നിട്ടും അല്ലാതെയും ആണ് ഞാൻ അറിഞ്ഞത്. നമുക്കറിയത്തില്ല എന്താ എങ്ങനെ ആദ്യം. ഇസ്രായേൽ പോലീസിന് ആരെങ്കിലും വിളിച്ചോ? ഇല്ല, ആരും വിളിച്ചിട്ടില്ല. അപ്പൊ ആരാണ് ഔദ്യോഗികമായിട്ട് വിളിച്ചിരിക്കുന്നത്? ഇന്ത്യൻ എംബസിന്ന് ആരെങ്കിലും വിളിച്ചോ? ഇന്ത്യൻ എംബസിന്ന്, കാരണം ഞാനിപ്പോ നിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ മെഡിസിൻ കഴിച്ചിട്ടാണ് ഞാൻ നിക്കുന്നത്. എനിക്ക് എന്താ കറക്റ്റായിട്ട് പറയുന്നത് എന്താ അന്ന് നടന്ന സംഭവങ്ങള് കറക്റ്റായിട്ട് പറയാൻ എനിക്കറിയില്ല. കാരണം പകുതി ദിവസവും ഞാൻ മനസ്സിലായി ഉറക്കത്തിലായിരിക്കും. ചിലപ്പോ എനിക്കറിയില്ല അന്ന് എന്താണ് നടന്നത്, ആരോടാണ് സംസാരിച്ചതെന്നൊന്നും. മനസ്സിലായി. ഇപ്പോഴും എന്ത് സംഭവിച്ചു എന്നല്ല. പിന്നെ ഇടയ്ക്ക് ഒരു പത്രവാർത്തയൊക്കെ വന്നായിരുന്നു, ഞാൻ ഏഷ്യാനെറ്റിലോ മറ്റോ കണ്ടിരുന്നു. ഇത് അങ്ങനെയല്ല, മകൻ തന്നെയാ. അതെങ്ങനെയാ ആ വിവരം അറിഞ്ഞത്? ആ വിവരം ആരാ പറഞ്ഞേ? അത് അവിടെയുള്ള ന്യൂസിൽ, ഒരു പ്രാവശ്യം ന്യൂസിൽ വന്നില്ലേ, അങ്ങനെ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അല്ലാതെ നമുക്കൊന്നും അറിയത്തില്ല അല്ലേ? അല്ലാതെ ഔദ്യോഗികമായിട്ടൊന്നും നമുക്കറിയില്ല. മൃതദേഹം ഇങ്ങോട്ട് എത്തിച്ചത് അവിടുത്തെ മലയാളികളാണോ? അവർ തന്നെയാണോ? ഇസ്രായേലുകാർ തന്നെയാണോ? എംബസിയാണോ? എംബസി തന്നെയാണ്. പക്ഷെ പോസ്റ്റ്മോർട്ടം അവിടെ നടത്തിയെന്നാണോ പറഞ്ഞേ? അതെ, അവിടെ നിന്നല്ല പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ ചോദിക്കുമ്പം അവർക്ക് എന്താ കാരണം ഇപ്പോഴും അറിയത്തില്ല. ഇപ്പൊ ചോദിക്കുമ്പോ പറയുന്നത് എന്താ വെച്ചാൽ കോർട്ടിലാണ് കേസ് എന്നാണ് പറയുന്നത്. എന്താ സ്ഥിതിന്നോ യാഥാർത്ഥ്യം എന്തോന്നോ അറിയില്ല. എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ അറിയില്ല. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് രേഷ്മ ഇപ്പൊ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്ത് സംഭവിച്ചു എന്ന് അറിയണം. ആത്മഹത്യ ചെയ്യത്തില്ലെന്നാണോ രേഷ്മ പറയുന്നത്? കൊലപാതകം ആത്മഹത്യ ചെയ്യത്തില്ല? 100%. അപ്പൊ എന്താന്ന് ഒരു വിവരമില്ല, ഇരുട്ടിത്തപ്പമാണ്. അതെ. അപ്പം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. ഓ, അതിനെക്കുറിച്ച് ഒരു ധാരണ ഇപ്പൊ ഇല്ല അല്ലേ? ഇല്ല. ആരെ കോണ്ടാക്ടിങ് ഒന്നും പേഴ്സൺസ് ഒന്നും അവിടെ ഇല്ല? ഞാന് ഇന്ത്യൻ എംബസിയിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. 5 ദിവസം കൂടുമ്പോ അവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ അവര് കേസ് കോടതിയിലാണ് എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഒന്നും അവർക്കും അറിയത്തില്ല. അല്ലാതെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്നും തന്നിട്ടുമില്ല? ഇല്ലില്ല. ഓക്കെ. ഞാൻ എന്തായാലും ഈ ഇന്ത്യയിലെ ഇസ്രായേൽ എംബസിയോട് സംസാരിച്ചിട്ടുണ്ട്.
ഞാൻ ആ ഒരു ഓക്കെ നമ്പർ തന്നല്ലോ, അദ്ദേഹത്തെ ഓക്കെ ഒന്ന് വിളിക്കുക, അവർ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കൗൺസിലർ ജനറലോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, ഞാൻ ഈ ഇന്ത്യയിലെ ഇസ്രായേലിലെ കോൺസുലേറ്റിനോട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇന്ത്യൻ എംബസിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷേ എങ്കിൽ ഇവർക്ക് അതിന്റെ ഓക്കെ കറക്റ്റ് പൊസിഷൻ എന്താണെന്ന് അന്വേഷിച്ചറിയാൻ പറ്റും. എന്തായാലും ഞങ്ങളുടേതായ രീതി ചെയ്യാം കേട്ടോ.